ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടേ, പരസ്പരം ഇഷ്ടപ്പെടാതെ അവര് തമ്മിൽ കല്യാണം കഴിക്കുവോ? അതെ, അവൻ അങ്ങനെ ആരോട് പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. രമ്യയെ കല്യാണം കഴിക്കാൻ അവൻ തയ്യാറായിരുന്നു. നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചെകുത്താറ്റ കാര്യങ്ങൾ പറഞ്ഞു വരില്ലേ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ആലോചിച്ചു. തെറ്റുകാരി ഞാൻ തന്നെ, ഞാൻ മാത്രം. എനിക്ക് അർഹതയില്ലാത്തതൊന്നും ഞാൻ ആഗ്രഹിക്കരുതായിരുന്നു. മാഡം ഇങ്ങനെയൊന്നും പറയല്ലേ മാഡം. ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. ഒരു സാധാരണക്കാരനെ എന്നെയാ മാഡം വലിയ ആളാക്കി മാറ്റുന്ന. എന്റെ മനസ്സിലെ രാജു വലിയ ആള് തന്നെയാ. അച്ഛനായിരുന്നു ചെറുപ്പം മുതലേ എന്റെ ഹീറോ. എങ്കിലും അച്ഛന്റെ സ്നേഹം കിട്ടാതായതോടെ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു. ആ സമയത്ത് എനിക്ക് കരുതലും കാവലുമായത് രാജുവായിരുന്നു. രാജുവിനെ കണ്ടുമുട്ടിയതോടെ ഒറ്റപ്പെടലിന്റെ വേദനയൊക്കെ ഞാൻ മറന്നു. രാജു എനിക്ക് സ്നേഹം തന്നു. ഇരുട്ട് പരന്ന എന്റെ ജീവിതത്തില് രാജു വെളിച്ചമായിട്ട് വന്നത്. രാജു എനിക്ക് എന്റെ എല്ലാമായി. പിന്നീട് കല്യാണം കഴിച്ചെന്ന് നുണയും പറഞ്ഞ് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ ആരും ഇല്ലാതിരുന്ന എന്റെ ജീവിതത്തില് എനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ള തോന്നലുണ്ടായി. ഇവിടെയുള്ള എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരായി. സ്വന്തം മോളെ പോലെ വേണുങ്ങളും രാധമ്മയും എന്നെ കരുതി. എന്റെ കൂടപ്പിറപ്പുകളായിട്ട് പ്രിയേച്ചിയും ശ്രീലക്ഷ്മിയും. പക്ഷെ ഇപ്പൊ ഞാൻ അറിയുന്ന രാജു, അതെല്ലാം എന്റെ വെറും സ്വപ്നങ്ങളായിരുന്നു. ഞാനൊരു വിഡ്ഢിയാണെന്ന് ഇപ്പോഴാ അറിയുന്ന. എനിക്ക് ഇവിടെയുള്ള ആരുടെയും സങ്കടങ്ങൾ കാണാൻ വയ്യ രാജു. അവരുടെ കണ്ണീര് കണ്ട എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ സഹിച്ചോളാം. രാജു എന്നെ മറക്കോ ഉപേക്ഷിക്കോ ചെയ്തോളൂ. മാഡം, സങ്കടം വന്നു കരുതി എന്തോ ഇങ്ങനെ വിളിച്ച് പറഞ്ഞേക്കല്ലേ? അത് ഹൃദയത്തിൽ എങ്ങനെയാ വന്ന് തറയ്ക്കുന്നെന്ന് മാഡത്തിന് അറിയോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം രാജു? ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെ കണ്ട് രാധമ്മയുടെ വഴക്ക് കേട്ട് ഇവിടെ ജീവിക്കണോ? ദൈവമേ, ഈ കുഞ്ഞിന്റെ കരച്ചിലിനൊരു പരിഹാരം കണ്ടെത്തി തരണമേ ഭഗവാനെ. എന്റെ രാധമ്മയുടെ മനസ്സൊന്ന് മാറ്റി തരണേ. രാധേ, എടി രാധേ, നീ ഉറങ്ങിയോ? എടി, ചോദിച്ചത് കേട്ടില്ലേ? ഇപ്പൊ ഒന്ന് കിടന്നല്ലേ ഉള്ളൂ, കുറെ നേരമൊന്നും ആയില്ലല്ലോ.
എനിക്ക് ഉറക്കമില്ലാതെയായിട്ട് ദിവസങ്ങൾ കുറയായി. സ്വസ്ഥതയും സമാധാനവും ഉണ്ടായാലല്ലേ മനുഷ്യന് ഉറങ്ങാൻ പറ്റൂ. രാധമ്മേ, നമ്മൾ തമ്മിലുണ്ടായ പിണക്കങ്ങളൊക്കെ നീ തൽക്കാലം മറക്ക്. ദേഷ്യം വരുമ്പോ അന്യോന്യം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതൊക്കെ സ്ഥിരമുള്ളതല്ലേ. അതൊന്നും നീ കാര്യാക്കണ്ട. നീ ക്ഷമിക്കേ. ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ ഓരോരുത്തരും ചെയ്തു വെച്ചിരിക്കുന്നേ. എടേ, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനായിട്ട് കേക്ക്. നീ എനിക്കാരാണെന്നും ഞാൻ നിനക്കാരാണെന്നും നമുക്ക് രണ്ടുപേർക്കും അറിയാം. നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഇത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. നീ തന്ന ആത്മവിശ്വാസത്തിൽ മാത്രമാണ് നമ്മൾ രണ്ടുപേരും കൂടി ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നിട്ടാണല്ലോ എന്റെ അഭിപ്രായം കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മകന്റെ കല്യാണം നടത്തി കൊടുത്തത്. മകന്റെ കല്യാണം നടത്തി കൊടുത്തതൊന്നുമല്ലല്ലോ. അതെങ്ങനെയോ നടന്നുപോയതല്ലേ. അത് ദൈവം നടത്തി കൊടുത്തതാ. എല്ലാ കല്യാണങ്ങളും ദൈവം നടത്തി കൊടുക്കുന്നതാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിൽ ജനിച്ച് പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത ആണും പെണ്ണും തമ്മില് മരണം വരെ നീളുന്ന ഒരു ഹൃദയബന്ധം എങ്ങനെ ഉണ്ടാവൂടി? അതാ ഞാൻ പറഞ്ഞത്, അത് ദൈവത്തിന്റെ തീരുമാനമാണെന്ന്. മനുഷ്യൻ ഓരോന്ന് വരുത്തി കൂട്ടിയിട്ട് അതൊക്കെ ദൈവത്തിന്റെ പെടലിക്ക് വെക്കുന്ന എന്തിനാ? ദൈവത്തിന്റെ പെടലിക്ക് വെക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ഇതതുപോലെയല്ല. എടേ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇത് കല്യാണം ആലോചിച്ചൊന്നല്ലല്ലോ. രാജു വർമ്മ സാറിന്റെ വീട്ടിലേക്ക് ജോലിക്ക് പോയതല്ലേ. വർമ്മ സാർ അവനെ ഋതുമോളുടെ ബോഡി ഗാർഡ് ആക്കിയത് ഋതുമോളെ അവന് കെട്ടിച്ചു കൊടുക്കാനായിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞുണ്ടായതും ഉണ്ടാക്കിയതുമായ പുകിലുകളെല്ലാം നിനക്കറിയാലോ. ദൈവം അവന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് ഋതുമോളുടേതാണ്. അങ്ങനെ ആ കല്യാണം നടന്നു. കല്യാണം നടന്നൊന്നുമല്ല. ദൈവത്തെ എന്നെ മറന്ന് നിങ്ങൾ അവളെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചു. ഇവളൊരു തരത്തിലും അടുക്കുന്നില്ലല്ലോ. എടേ, പരസ്പരം ഇഷ്ടപ്പെടാതെ അവര് തമ്മിൽ കല്യാണം കഴിക്കോ? അതെ, അവൻ അങ്ങനെ ആരോട് പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. രമ്യയെ കല്യാണം കഴിക്കാൻ അവൻ തയ്യാറായിരുന്നു. നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചെകുത്താറ്റ കാര്യങ്ങൾ പറഞ്ഞു വരില്ലേ. നിനക്ക് തന്നെ അറിയാവുന്ന ഒരു സത്യം നീ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് രമ്യയെ കൂട്ടുപിടിക്കുന്നത്.